മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. 2-3 ദിവസമായിട്ടുള്ള ഷാനവാസിൻ്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും. ആവശ്യമില്ലാതെ പലരെയും അങ്ങോട്ട് പോയി ചൊറിയുന്നു. ഇന്നലെയും ആദിലയുമായി ചെറിയ രീതിക്ക് ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആരുടെയും വക്കാലത്ത് പിടിച്ച് എൻ്റെ അടുത്ത് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ആദിലയോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഷാനവാസ് ആരിനെ ചൊറിഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു. ആ സമയത്തും ആദില ബെഡ്റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാര്യത്തിൽ ഒന്നും ഇടപെട്ടില്ല. ആദിലയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഷാനവാസിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. ആ കാര്യം ആദില അനുമോളോട് പറയുകയാണ്. ക്യാപ്റ്റൻസി കഴിയുമ്പോഴേക്കിനും ഞാൻ അയാളുമായി തെറ്റും, മെക്കിട്ട് കയറാൻ മാത്രം വരുക, അതിലില്ലാത്ത ഞാനും. അതായത് ആദിലില്ലാത്ത പ്രശ്നത്തിലും ആദിലയുടെ മെക്കിട്ട് കയറാനാണ് ഷാനവാസ് വരുന്നത്. ആദില ഷാനവാസുമായിട്ട് തെറ്റുമെന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, അങ്ങനൊന്നും പറയണ്ട. ഉടനെ ആദില പറയുന്നത്, പിന്നെ എൻ്റെ കിരിക്കിട്ട് കുത്താൻ വരുമ്പോൾ മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയുന്നത്? അപ്പോൾ അനുമോളും പറയുന്നുണ്ട്, അത് ശരിയാ, ചേട്ടനാണെന്ന് പറഞ്ഞ് എല്ലാത്തിനും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആദില ഇപ്പോൾ ഹൗസ് ക്യാപ്റ്റനാണ്, പല കാര്യത്തിലും ഇടപെടേണ്ടി വരും. ഷാനവാസുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ കാര്യത്തിനും ഇടപെടേണ്ടി വരും. ഷാനവാസിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഷാനവാസിനെ ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷേ അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആദില അനിയത്തിയാണ്, അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കണം. ആ ഒരു ലൈനാണ് ഇപ്പോൾ ഷാനവാസിന്. ആ ഒരു സ്വഭാവം ആദിലയ്ക്ക് ഇഷ്ടപ്പെടുന്നേയില്ല. ഇന്നലെ രാത്രിയിൽ ഒരു ടാസ്കിൻ്റെ പ്രൊമോ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഷാനവാസും ആദിലയും തമ്മിൽ വഴക്കിടുന്നതായി നമുക്ക് കാണാം. ഷാനവാസിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ആദില നേരത്തെ ഉറപ്പിച്ചിരുന്നു ഈ ക്യാപ്റ്റൻസി കഴിയുന്നതിന് മുമ്പേ അയാളുമായിട്ട് തെറ്റുമെന്ന്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാവാം ടാസ്കിനിടയിൽ ഷാനവാസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് വന്നപ്പോൾ ആദില ഇടപെട്ടതും അത്തരം ഒരു വഴക്കിലേക്ക് ചെന്നതും. എന്തായാലും പ്രൊമോയുടെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് ലൈവിന് വേണ്ടി കാത്തിരിക്കണം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.